2025 ഡിസംബർ 4 രാജ്യാന്തര നയതന്ത്ര മേഖല അല്ലെങ്കിൽ ലോകം തന്നെ ഏറെ ആകാംക്ഷയോടെ ഉറ്റുനോക്കുന്ന ഒരു സന്ദർശനത്തിനാണ് ഇന്ത്യ ഇന്ന് സാക്ഷ്യം വഹിക്കുന്നത്. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ 27 മണിക്കൂർ ഇന്ത്യ സന്ദർശനം ഇൻഡോ റഷ്യൻ ബന്ധങ്ങൾക്ക് പുതിയ ദിശാബോധം നൽകുമെന്ന പ്രതീക്ഷയിലാണ് ലോകം. യുക്രൈൻ സംഘർഷം ആരംഭിച്ച ശേഷം റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ നടത്തുന്ന ആദ്യത്തെ സുപ്രധാന ഉഭയകക്ഷി സന്ദർശനമാണിത്. ഇന്ത്യ റഷ്യ 23ാമത് വാർഷിക ഉച്ചകോടി ഇന്ന് ആരംഭിക്കുമ്പോൾ ഈ കൂടിക്കാഴ്ച വെറും ഒരു ഫോർമാലിറ്റി അല്ല, മറിച്ച് ലോകം ചേരിതിരിഞ്ഞു നിൽക്കുന്ന ഈ ജിയോ പൊളിറ്റിക്കൽ സാഹചര്യത്തിൽ ഇന്ത്യയുടെ തന്ത്രപരമായ സ്വയംഭരണത്തെ ശക്തിപ്പെടുത്തുന്ന ഒരു മഹത്തായ പ്രഖ്യാപനമാണ് ലോകം പ്രതീക്ഷിക്കുന്നത്. ഈ കൂടിക്കാഴ്ചയുടെ രാഷ്ട്രീയവും സാമ്പത്തികവുമായ അന്തർധാരകൾ എന്തൊക്കെയാണ് പരിശോധിക്കാം. വെറും 27 മണിക്കൂർ മാത്രം നീണ്ടു നിൽക്കുന്ന ഈ ഷോർട്ട് ബട്ട് ക്രിട്ടിക്കൽ സന്ദർശനത്തിന് പിന്നിൽ വലിയ അജണ്ടകളാണുള്ളത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി പുടിൻ നടത്തുന്ന സ്വകാര്യ അത്താഴ വിരുന്ന്, ഉഭയകക്ഷി ചർച്ചകൾ, സുപ്രധാന കരാറുകൾ എന്നിവയുടെ എല്ലാം വിശദാംശങ്ങൾ അറിയാൻ ലോകം ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. ഇന്ത്യ റഷ്യ ബന്ധത്തിന്റെ അടിത്തറ എക്കാലത്തും പ്രതിരോധ മേഖലയാണ്. ഏകദേശം 60% ഇന്ത്യൻ സൈനിക പ്ലാറ്റ്ഫോമുകളും റഷ്യൻ നിർമ്മിതമാണ്. അതിനാൽ തന്നെ സന്ദർശനത്തിൽ പ്രതിരോധം തന്നെയാണ് പ്രധാന അജണ്ട എന്ന് പറയുന്നത്. $5.4 ബില്യൺ S-400 ട്രയംഫ് എയർ ഡിഫൻസ് സിസ്റ്റം കരാറാണ് ഇതിലെ പ്രധാന ഹൈലൈറ്റ്. ഇതുവരെ വാങ്ങിയ S-400 എയർ ഡിഫൻസ് സിസ്റ്റത്തിന്റെ അധിക സ്ക്വാഡ്രണുകൾ വേഗത്തിൽ എത്തിക്കുന്നതിനെക്കുറിച്ച് ചർച്ച നടക്കും. പാകിസ്ഥാനെതിരെയുള്ള ഓപ്പറേഷനുകളിൽ ഈ സംവിധാനത്തിന്റെ പ്രകടനം ഇന്ത്യക്ക് കൂടുതൽ ആത്മവിശ്വാസം നൽകിയിട്ടുണ്ട്. നിലവിലുള്ള റഷ്യൻ പ്ലാറ്റ്ഫോമുകളുടെ സ്പെയർ പാർട്സുകളും അപ്ഗ്രേഡുകളും ഉറപ്പാക്കാനുള്ള ചർച്ചകൾ നിർണായകമാണ്. കൂടാതെ പ്രതിരോധ മന്ത്രിമാരുടെ തലത്തിൽ നടക്കുന്ന ചർച്ചകളിൽ റഷ്യയുടെ നെക്സ്റ്റ് ജനറേഷൻ സംവിധാനമായ S-500ന്റെ ഭാവി, അതിന്റെ പ്രൊക്യൂർമെന്റ് സംബന്ധിച്ച ആദ്യവട്ട ചർച്ചകൾ നടക്കാനും സാധ്യതയുണ്ട്. അടുത്ത പ്രധാന വിഷയം റെലോസ് കരാറാണ്. ഇന്ത്യൻ സൈന്യത്തിന് റഷ്യൻ സൈനിക താവളങ്ങളിലും റഷ്യൻ സൈന്യത്തിന് ഇന്ത്യൻ താവളങ്ങളിലും പരസ്പരം ലോജിസ്റ്റിക്സ് പിന്തുണ നൽകാനുള്ള റെസിപ്രോക്കൽ എക്സ്ചേഞ്ച് ഓഫ് ലോജിസ്റ്റിക്സ് സപ്പോർട്ട് അഥവാ റെലോസ് കരാർ റഷ്യൻ പാർലമെന്റ് ഡ്യൂമ അംഗീകരിച്ചു കഴിഞ്ഞു. സംയുക്ത പരിശീലനം, ദുരന്ത നിവാരണം തുടങ്ങിയ സമയത്ത് ഇത് വളരെ നിർണായകമാണ്. ഈ കരാർ പ്രകാരം ഇന്ത്യൻ യുദ്ധക്കപ്പലുകൾക്കും വിമാനങ്ങൾക്കും റഷ്യൻ തുറമുഖങ്ങളും താവളങ്ങളും തിരിച്ചും ഉപയോഗിക്കാൻ സാധിക്കും. ഇത് ഇന്ത്യൻ മഹാസമുദ്രത്തിലും ആർട്ടിക് മേഖലയിലുമുള്ള ഓപ്പറേഷനുകൾക്ക് വലിയ ലോജിസ്റ്റിക്സ് സപ്പോർട്ട് നൽകും. ഈ നീക്കം ചൈനയുടെ സ്വാധീനം വർദ്ധിക്കുന്ന പശ്ചാത്തലത്തിൽ ഇന്ത്യയുടെ സ്ട്രാറ്റജിക് താൽപര്യങ്ങൾക്ക് പവറാകുമെന്നതിൽ സംശയമില്ല. ഇനി ഭാവി പദ്ധതികളാണ്. 5ാം തലമുറ യുദ്ധവിമാനമായ സുഖോയ് 57 സ്റ്റെൽത്ത് ഫൈറ്റർ ഉൾപ്പെടെയുള്ള ഭാവിയിലെ സംയുക്ത നിർമ്മാണ പദ്ധതികളെക്കുറിച്ച് സംസാരിക്കുമെന്നാണ് പറയുന്നത്. ഇത് ഇന്ത്യയുടെ പ്രതിരോധ നവീകരണത്തിന് പുതിയ ദിശ നൽകുമെന്ന് ഉറപ്പാണ്. പാശ്ചാത്യ രാജ്യങ്ങളുടെ മുന്നറിയിപ്പുകൾ അവഗണിച്ച് ഇന്ത്യ തങ്ങളുടെ പ്രതിരോധ സ്വാതന്ത്ര്യം ഉറപ്പിക്കുന്നത് ലോകത്തിന് നൽകുന്ന ശക്തമായ സന്ദേശമാണ്. വ്യാപാരമാണ് ഉച്ചകോടിയിലെ മറ്റൊരു പ്രധാന ഫോക്കസ് ഏരിയ. നിലവിൽ $63.6 ബില്യൺ ഇന്ത്യ റഷ്യ വാർഷിക വ്യാപാരം. ഇതിൽ ഭൂരിഭാഗവും റഷ്യയിൽ നിന്നുള്ള ക്രൂഡ് ഓയിൽ ഇറക്കുമതിയുമാണ്. റഷ്യ നിലവിൽ ഇന്ത്യയുടെ ഏറ്റവും വലിയ ക്രൂഡ് ഓയിൽ വിതരണക്കാരാണ്. ഈ ബന്ധം കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിന് ദീർഘകാല ക്രൂഡ് കരാറുകളും ഉണ്ടാകും. കുറഞ്ഞ വിലയ്ക്ക് എണ്ണ ലഭിക്കുന്നത് ഇന്ത്യയുടെ ഊർജ്ജ സുരക്ഷയ്ക്ക് നിർണായകമാണ്. ഈ ബന്ധം കൂടുതൽ ശക്തിപ്പെടുത്താനായി 2030ലേക്കുള്ള സ്ട്രാറ്റജിക് കോഓപ്പറേഷൻ പ്രോഗ്രാം ഇരു രാജ്യങ്ങളും ചേർന്ന് പുറത്തിറക്കും. കൂടംകുളം ആണവ നിലയം ഉൾപ്പെടെയുള്ള സംയുക്ത ആണവോർജ്ജ പദ്ധതികൾ വേഗത്തിലാക്കുന്നതിനും ഇന്ത്യയുടെ LNG ഫീൽഡുകളിൽ റഷ്യൻ നിക്ഷേപം പുനരുജ്ജീവിപ്പിക്കുന്നതിനും ധാരണയാകും. വ്യാപാരത്തിൽ ഇന്ത്യക്ക് നിലവിലുള്ള കടുത്ത കമ്മിയെക്കുറിച്ചുള്ള ചർച്ചകൾ നടക്കും. ഇന്ത്യൻ ഉൽപ്പന്നങ്ങളായ മെഡിസിൻസ്, കാർഷികോൽപ്പന്നങ്ങൾ, യന്ത്രസാമഗ്രികൾ എന്നിവയ്ക്ക് റഷ്യൻ വിപണിയിൽ കൂടുതൽ പ്രവേശനം നേടാനും ശ്രമിക്കും. പാശ്ചാത്യ ഉപരോധങ്ങൾ കാരണം ഡോളർ ഉപയോഗിച്ചുള്ള ട്രാൻസാക്ഷൻസിന് തടസ്സമുണ്ടായതോടെ US ഉപരോധങ്ങളെ മറികടക്കാൻ ലക്ഷ്യമിട്ട് ഡോളർ ഒഴിവാക്കിക്കൊണ്ട് റൂബിൾ അടിസ്ഥാനമാക്കിയുള്ള പേയ്മെന്റ് സംവിധാനത്തിന്റെ ബൂസ്റ്റിംഗ് ആണ് ഏറ്റവും ക്രിട്ടിക്കലായ അടുത്ത വിഷയം. ഇന്ത്യയുടെ റുപേ കാർഡ് ശൃംഖലയെ റഷ്യയുടെ മിർ ശൃംഖലയുമായി ലിങ്ക് ചെയ്യാനുള്ള പോസിബിലിറ്റി സജീവ പരിഗണനയിലുമാണ്. ഇത് വ്യാപാരികൾക്ക് ഇടപാടുകൾ കൂടുതൽ ഈസി ആക്കുകയും കറൻസി വിനിമയത്തിലെ കമ്മീഷൻ കുറയ്ക്കുകയും ചെയ്യും. ഇന്ത്യയുടെ വ്യാപാര കമ്മിയെക്കുറിച്ച് റഷ്യയും അവെയർ ആണെന്ന് നേരത്തെ പറഞ്ഞല്ലോ. ഇതിന് പരിഹാരമായി ഇന്ത്യൻ ഉൽപ്പന്നങ്ങളായ ഫാർമസ്യൂട്ടിക്കൽസ്, അഗ്രികൾച്ചറൽ പ്രോഡക്ട്സ് തുടങ്ങിയവയുടെ ഇറക്കുമതി കൂട്ടാൻ റഷ്യ പ്രോമിസ് ചെയ്തിട്ടുണ്ട്. കൂടാതെ റഷ്യൻ എണ്ണ വാങ്ങുന്നതിന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ചുമത്തിയ അധിക താരിഫുകൾ സംബന്ധിച്ച വിഷയങ്ങളും ചർച്ചയിൽ വരും. ലോകം മുഴുവൻ ഈ ഉച്ചകോടിക്ക് ചെവി കൊടുക്കുന്നതിന് ഒരൊറ്റ റീസൺ മാത്രമേ ഉള്ളൂ. UN, ബ്രിക്സ്, SCO വേദികളിലെ ഭാവി സഹകരണവും യുക്രൈൻ വിഷയത്തിലെ റഷ്യയുടെ നിലപാടും ഇന്ത്യ അറിയാൻ ശ്രമിക്കും. എന്നാൽ ഏറ്റവും പ്രധാനം US റഷ്യ ടെൻഷനിടയിൽ ഇന്ത്യ എടുക്കുന്ന നയതന്ത്രപരമായ ബാലൻസിംഗ് ആക്ട് ആണ്. ലോകത്ത് നിലവിലുള്ള ചേരിതിരിവുകൾക്കിടയിൽ
ഒരു പക്ഷത്തും ചേരാതെ സ്വന്തം താൽപര്യങ്ങൾ സംരക്ഷിക്കാനുള്ള ഇന്ത്യയുടെ തന്ത്രപരമായ സ്വയംഭരണം ലോകത്തിന് മുന്നിൽ പ്രഖ്യാപിക്കുന്ന ഉച്ചകോടിയാണിത്. ഒരു വശത്ത് അമേരിക്കയും യൂറോപ്പും ഇന്ത്യയുമായി പ്രതിരോധപരമായും അതുപോലെ സാമ്പത്തികപരമായും അടുക്കുന്നതിനിടയിൽ ഇന്ത്യ റഷ്യയുമായുള്ള ഈ ബന്ധം ശക്തമാക്കുന്നത് ആഗോള രാഷ്ട്രീയ സന്തുലിതാവസ്ഥയിൽ ഒരു പുതിയ പാഠം എഴുതി ചേർക്കുകയാണ്. ചുരുക്കത്തിൽ 27 മണിക്കൂർ നീളുന്ന ഈ സന്ദർശനം വെറും ഒരു കൂടിക്കാഴ്ചയല്ല. ഇത് പതിറ്റാണ്ടുകളായി നിലനിൽക്കുന്ന സൗഹൃദത്തിന്റെയും വിശ്വാസത്തിന്റെയും പുതുക്കിയെടുക്കലാണ്. പ്രതിരോധം, വ്യാപാരം, ഊർജം, സാങ്കേതിക വിദ്യ തുടങ്ങി നിരവധി മേഖലകളിൽ പുതിയ അധ്യായങ്ങൾ കുറിക്കാൻ ഈ സന്ദർശനത്തിന് കഴിയുമെന്ന പ്രതീക്ഷയിലാണ് ഇന്ത്യയും റഷ്യയും. വരും മണിക്കൂറുകളിൽ ഈ സന്ദർശനത്തിന്റെ കൂടുതൽ വിവരങ്ങൾക്കായി നമുക്ക് കാത്തിരിക്കാം.